തക്കാളി സാമ്പാർ. വേണ്ടെന്നാ കൂട്ടി നോക്കിയിട്ടറിയാല്ലേ. മാമ്പഴം പുളിശ്ശേരി എടുക്കാത്ത ഭക്ഷണം കൂടെ നീക്കി വെച്ചോ. ഇത് അയച്ചു കൊടുക്കാൻ പാടാ. വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റില്ല. വീഡിയോ എന്നാലും പറ്റില്ല. എന്താ അയക്കാൻ പറ്റുമോ? വീഡിയോ അയക്കാൻ പറ്റില്ല. യൂട്യൂബിൽ വേണമെങ്കിൽ ഇടാം. യൂട്യൂബിലിടാം. അല്ല ഉണ്ണി വെള്ളം എടുത്താച്ച ആര് പറയ് അപ്പമ്മ മിണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ വർത്താനം പറയണ്ടായിരുന്നു. അത് പിടിക്കും. തക്കാളി സാമ്പാറാ ഒരേ മറ്റേ ബിസ്ക്കട്ടെ അതെങ്ങനെ ഉണ്ടാക്കാന്ന് പറയാൻ പറയും. ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അമ്മ? ബിസ്ക്കട്ടേ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നാഴിയരിക്ക് ഇടങ്ങഴി വെള്ളം ബിസ്ക്കറ്റ്. ഒരു നാളേരം പോരായി ഇത്തിരി കൂടി ആവാം. അത് ചെരുകി അതിൻ്റെ ആദ്യത്തെ പാലെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നത്തെ പാല് ഈ ഇടങ്ങഴി വെള്ളത്തിൽ പിഴിഞ്ഞ് മതി കൊടുത്ത് വെള്ളം അടപ്പത്ത് വെച്ചിട്ട് പാകത്തിന് ഉപ്പിടുക. ഉപ്പ് നോക്കണം, ഉപ്പ് പാകത്തിനാണോ. എന്നിട്ട് തിളയ്ക്കുമ്പോൾ അരി കഴുകിയിടുക. തിളച്ച പാലിൽ തക്കാളി കൂടെ ഇഷ്ടമായി. പച്ചരി അവിടെ ഉണ്ടാക്കിയത് എന്താ അരി ഉണ്ടാ? പച്ചരി കടയിൽ നിന്ന് കിട്ടും. അവിടെ ഉണ്ടാക്കിയത് വർണ്ണ പച്ചരിയല്ല, മറ്റേ പച്ചരിയല്ല. കൊടുക്കാൻ മറന്നു. അല്ല സിനിക്ക് അരി കൊടുക്കാൻ മറന്നു. വേണമെങ്കിൽ തരാം. നാളെ എങ്ങനെ ഉണ്ടാക്കാം? നല്ല തരി നാളെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ആ ഫാൻ ഇടണ മോനെ. എവിടെയാ വിളക്ക് മറ്റേ ഫാനും കൂടി തിരിച്ചു വെക്കണോ? പറയാമ. എന്നിട്ട് അവർക്ക് നാളെ ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി നന്നായി അമ്മ. നന്നായി പറയണെങ്കിൽ വേണമെങ്കിൽ പറയാം. അരി വേവാകുമ്പോഴേ വെന്തെന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് ഇത്ര നമ്മുടെ ഉള്ളിക്ക് വെച്ചിട്ട് ഞാൻ വേറാറുമ്പത്ത് വാരി കടിക്കുമ്പോൾ ഉള്ളരി ഉടഞ്ഞ് കിടക്കണം. ഉടയണം. കടും തന്നെ കടിക്കരുത്. അപ്പോഴാ അതിൻ്റെ പാകം. അപ്പോൾ പാകത്തിനായി വേണം. എന്നിട്ട് അപ്പോൾ ഉരുണ്ട് വരും. കട്ടയിട്ട് കോരി വരുമ്പോൾ അങ്ങനെ പരക്കണം.
അത് അതിന് നാളെ പാലാണ് ആദ്യം പിഴിഞ്ഞ പാല് താരം അതൊഴിക്കുക. അതൊഴിച്ച് ഇളക്കുമ്പോൾ നല്ല കട്ട ഇട്ടുകൊണ്ട് വരുമ്പോൾ ഈ നമ്മൾ ഈ എന്തൊരു വേറെ ഇതുണ്ടാക്കില്ല അരിപ്പൊടിയിൽ എന്താ ഒരു അവലോക പാലൊഴിച്ചിട്ട് നൂലപ്പ വട്ടയപ്പം കിണ്ണത്തപ്പം അതിങ്ങനെയല്ലേ ഉണ്ടാക്കുക? അത് നാളേരപ്പാല് നല്ല പാലായി അങ്ങോട്ട് ഒഴിച്ച് പിന്നെ പഞ്ചസാര ഇട്ട് അല്ല അവിടെ അത് ഉണ്ടാക്കുക. അതിന്റെ മീതെ ഇത്തിരി മുട്ടയപ്പം ഞാനുണ്ടാക്കുക. അവിടെ വേറെ ആൾക്ക് അമ്മ കാബേജൊക്കെ തിന്നട്ടാ. ഞാൻ ഈ കേരള ഫുഡ് എനിക്ക് എല്ലാം ഒന്നും അറിയിച്ചല്ല. അതൊക്കെ അറിയാം. മീൻകറി, ബീഫ്, പോർക്ക് അങ്ങനെയുള്ള കറി, പിന്നെ സാമ്പാർ. മീൻകറിയൊക്കെ എന്തിട്ടിട്ടാ ഉണ്ടാക്കുക? മീൻകറി ഒരു 5-6 ടൈപ്പിൽ ഉണ്ടാക്കും. പല ടൈപ്പിൽ. ഫിഷ് മോളി, അത് പിന്നെ ചാളക്കറി, അയിലക്കറി, പിന്നെ പല ടൈപ്പുണ്ട്. ശ്രീലങ്കൻ കറി ഉണ്ട്. ഒരുപാട് വെറൈറ്റി പല അപ്പം തോന്നുന്നതിനനുസരിച്ച് അപ്പം ഉണ്ടാക്കാം. വഞ്ചിക്കറി കഴിച്ചിട്ടുണ്ടോ? വഞ്ചിക്കാരുടെ അവര് ഇന്നാൾ കാണിക്കണ്ടായിരുന്നു കഞ്ഞളൊക്കെ വെച്ച്. ഏയ് അതൊന്നുമില്ല. വഞ്ചിക്കറി പക്ഷെ നമുക്ക് കഴിക്കാൻ വലിയ ഭയങ്കര എരിവ. ഈ കളർ ഷാപ്പിലെ കറി പോലെ അതിൽ വേറെ ഒന്നുമില്ല. വേറൊന്നുമില്ല. മുളകും മല്ലിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പലൊക്കെ മീനും അല്ലേ? മീൻ വയ്ക്കുക അല്ലേ? ഞാൻ ഒരാഴ്ചക്കുള്ള ഉണ്ടാക്കി. ഒരാഴ്ച ഞാൻ രാത്രിയൊക്കെ അതന്നെ കഴിക്കുന്നു. പല ടൈപ്പിൽ ഉണ്ടാക്കും. ഞാൻ നാളികേരം വെച്ചുണ്ടാക്കില്ല എന്തായാലും. നാളികേരം വെച്ച് വേഗം കേടാവും. അത് ഒരാഴ്ച ഇരിക്കില്ല. പിന്നെ തക്കാളി ടേസ്റ്റ് മാറും. തക്കാളി ഇടില്ല. അപ്പൊ പുളിക്ക് എന്താ ചെയ്യാ? പുളിക്ക് കുടംപുളി. അതൊക്കെ അവിടെ കിട്ടുമോ? എന്തിട്ടിട്ടുണ്ടോ? കുടംപുളി. കുടംപുളി അവിടേക്കാണ് നിന്റെ ഫോട്ടോയില് നിന്റെ ക്യാമറയിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കടാ. ഏതില്ല? ഈ ക്യാമറയുള്ളൊരു ഇത് മേടിച്ചു നോക്കി. ഫോണില് ക്യാമറ ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. ശരിക്കും നല്ല ക്യാമറ തന്നെയാണ്. ഇത് എൻ്റെ എടുക്കണ്ട. ഇനി പറയാ വാവേ കണിയൊക്കെ ഒരുക്കിയോ? കണിയൊക്കെ ഒരുക്കി വെച്ച് ചെന്ന് കിടന്നുറങ്ങി. ഞങ്ങളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുക. കട്ടിലുമ്മ കാലും വെച്ചിട്ട് താഴത്ത് കിടക്കുന്നു ഉറങ്ങുക. പൂവൊക്കെ മേടിച്ചു കൊണ്ടുകൊടുത്തു. അപ്പൊ ഒത്തിരി വാടിയത് പൂവ്. എന്താ പറയാ, എന്താണ് നല്ല പൂവുണ്ടടാ. എവിടെയാ? അപ്പൊ അത് കൊണ്ടുവരുന്നില്ലേ? അത് നാട്ടിലാന്ന് നോക്കാം. ആളെന്ന കണിയൊക്കെ വെക്കുന്നത് 10-15 വയസ്സായി. അവനവിടെ ഇപ്പൊ ക്രാങ്ങള് ഇന്നലെ ഈ നേരത്തൊക്കെ എന്താ മരത്തുമ്പോ കയറി പൂപ്പൊടിയില് ഒരു ചെറുക്കം കയറി എന്തൊരു കയറ്റാറുന്നു. പടപടാന്നും പറഞ്ഞ കയറുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ തന്നെയായിരുന്നു. എങ്ങനെയാണോ ഓണത്തിന് പെരുമനത്തെ അമ്പലത്തിലേക്ക് പോകും. അവിടെ നിറച്ച് തുമ്പപ്പൂവുണ്ട്. നേരം വെളുക്കുമ്പോഴേക്കും പോവും തുമ്പപ്പൂ പൊട്ടിക്കാൻ. എന്നിട്ട് ഒരു സഞ്ചി ആയിട്ട് കൊണ്ട് വരും. കഴിഞ്ഞ കൊല്ലം ഇവിടെ വളപ്പിലുണ്ടാക്കും. ഇപ്പൊ വേണ്ട. ഇപ്പൊ ഞാൻ ഒക്കെ ആ പൂവിനെ സംരക്ഷിക്കുന്നുണ്ട്. കാരണം പൂവൊന്നും കളയില്ല ഈ തുമ്പപ്പൂവേ. അത് കാരണം അതൊന്നും